വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ പാർട്ട് 2, അതായത് മൂന്നാമത്തെ യൂണിറ്റ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, അതിൽ ലാംഗ്വേജ് ആക്ടിവിറ്റി 2 പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനും അതുപോലെ തന്നെ മൂന്നാമത്തെ ആക്ടിവിറ്റിയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഇനി ചെയ്യാനുള്ളത് നമുക്ക് റീറൈറ്റ് ദി ഗിവൺ സെൻറ്റൻസസ് ഇൻ ടു നെഗറ്റീവ് സെൻറ്റൻസസ് യൂസിങ് ദി വേർഡ്സ് യു ഹാവ് ഐഡൻറ്റിഫൈഡ്. നമ്മൾ കുറേ വേർഡ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു കഴിഞ്ഞ എക്സാമ്പിളിൽ. ആ വേർഡ്സുകൾ ഏതൊക്കെയാണ്? ഹാർഡ്ലി, റെയർലി, സെൽഡം, ഫ്യൂ, സ്കേഴ്സ്ലി, ലിറ്റിൽ. ഇത്രയും വാക്കുകൾ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കി. ഈ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സെൻറ്റൻസിനെ എന്ത് ചെയ്യണം? നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് 1-2 മാർഗങ്ങളുണ്ട് ഒരു സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കാൻ. ഇപ്പോൾ അത് ഞാനൊന്ന് പറയാം. ആദ്യത്തേത്, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം. ഏറെ വിഭാഗം കുട്ടികളും വീട്ടിൽ പോയാൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കും എന്നുള്ളതാണ് ആദ്യത്തെ സെൻറ്റൻസ്. അപ്പോൾ അതിൽ ആരും വായിക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. വളരെ റെയറായിട്ടുള്ള കുട്ടികളെ വായിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ വായന വിരളമാണ്. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് റീഡ്, ഇതാണ് വെർബ്. ആ വെർബിന് മുന്നിൽ ഹാർഡ്ലി നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഹാർഡ്ലി റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം, ഒന്നാമത്തെ കേസ് അത്. ഇനി മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് റീഡിനെ തിരിച്ചാൽ നമുക്ക് ഡു പ്ലസ് റീഡ് കിട്ടും. അപ്പൊ ഡു നോട്ട് റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം. അവിടെ സെമി നെഗറ്റീവ്സ് ഉപയോഗിച്ചു, നെഗറ്റീവ് ഉപയോഗിച്ചു. ഇനി ഫ്യൂ സ്റ്റുഡൻസ് റീഡ് ദി ബുക്ക് അറ്റ് ഹോം. അങ്ങനെ 3 രീതിയിൽ ആ സെൻസ് നമുക്ക് നെഗറ്റീവിലേക്ക് മാറ്റാം. രണ്ടാമത്തത്, ദി ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക്. ഇപ്പൊ ഡു ആണ് വെർബ്. ഇവിടെ നമുക്ക് റയർലി, ദി ബോയ്സ് റയർലി ഡു ഡെയറിങ് ടാസ്ക്. അവര് ടാസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ബോയ്സ്. ഇനി ഡു നോട്ട് ഡെയറിങ് ടാസ്ക്, രണ്ടാമത്തെ കേസ് അങ്ങനെ പറയാം. ഡു പ്ലസ് നോട്ട്, ഡു നോട്ട്. മൂന്നാമത്, ഇറ്റ് റെയിൻസ് ഹെവിലി. മഴ പെയ്യുന്നത്, വലിയ മഴ ഇല്ല, പെയ്യുന്നില്ല. ഇറ്റ് റെയിൻസ് ഹെവിലി, വലിയായിട്ടുള്ള മഴ. ഇറ്റ് റെയിൻസ് അത് നെഗറ്റീവ് ആക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് റെയിൻസ് നമുക്ക് സെൽഡം ഉപയോഗിക്കാം. അപ്പം ഇറ്റ് സെൽഡം റെയിൻസ് ഹെവിലി, അല്ലെങ്കിൽ ഇറ്റ് റെയിൻസിന് പിരിക്കാം, ഡസ് നോട്ട് എന്ന് കിട്ടും. ഇറ്റ് ഡസ് നോട്ട് റെയിൻ ഹെവിലി എന്നും പറയാം. അടുത്തത്, ദി സ്റ്റുഡൻസ് ഹാവ് കംപ്ലീറ്റഡ് ദെയർ വർക്ക്. സ്കേഴ്സ്ലി, ദി സ്റ്റുഡൻസ് ഹാവ് കംപ്ലീറ്റഡ് ദെയർ വർക്ക്. ദി സ്റ്റുഡൻസ് ഹാവ് നോട്ട് കംപ്ലീറ്റഡ് ദെയർ വർക്ക്. അല്ലെങ്കിൽ സ്കേഴ്സ്ലി, ദി സ്റ്റുഡൻസ് scarcely have completed their work. The boys play on the ground. Play, the boys do not play on the ground എന്ന് പറയാം. The boys seldom play on the ground എന്ന് പറയാം. I write letters to my friend. I seldom write letters to my friend. ഇനി അവിടെ ലിറ്റിൽ അതിൽ നമുക്ക് ഉപയോഗിക്കാൻ ഒരു സെൻസ് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ദർ ഈസ് മച്ച് പെട്രോൾ ഇൻ മൈ കാർ. ധാരാളം പെട്രോൾ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള പെട്രോൾ എൻ്റെ കാറിൽ ഉണ്ട്. അതിന് നെഗറ്റീവ് മച്ച് നമ്മുടെ ഉപയോഗിക്കുമ്പോൾ ലിറ്റിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ദർ ഈസ് ലിറ്റിൽ പെട്രോൾ ഇൻ മൈ കാർ. ഈ രീതിയിൽ മച്ചിന് പകരം നമുക്ക് ഫുൾ ഓഫ് പെട്രോൾ എന്ന് വന്നാലും ലിറ്റിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ സെൻറ്റൻസുകളെ എന്ത് ചെയ്യാൻ പറ്റും? നെഗറ്റീവിലേക്ക് മാറ്റാൻ പറ്റും. ഇതാണ് ആദ്യത്തെ രണ്ടാമത്തെ ആക്ടിവിറ്റി, ലാംഗ്വേജ് ആക്ടിവിറ്റിയിൽ രണ്ടാമത്തേത്. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് റീറൈറ്റ് ദി ഫോളോയിങ് അഫർമേറ്റീവ് സെൻറ്റൻസസ് ആസ് നെഗറ്റീവ് സെൻറ്റൻസസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ മീനിങ്. അഫർമേറ്റീവ് സെൻറ്റൻസ് തന്നിട്ട് അത് മീനിങ്ങിന് ചേഞ്ച് വരാതെ തന്നെ നെഗറ്റീവ് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ള ചില എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് നമുക്ക് അതിലേക്ക് കടക്കാം. റീറൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത് ഒരു അല്പം ട്രിക്കി ആയിട്ടുള്ള
ഒരു എക്സാമ്പിൾ ആണ്. റീറൈറ്റ് ദി ഫോളോയിങ് അഫർമേറ്റീവ് സെന്റൻസസ് ആസ് നെഗറ്റീവ് സെന്റൻസസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ മീനിങ്. മീനിങ്ങിന് വ്യത്യാസം വരാതെ തന്നെ ഇത് റീറൈറ്റ് ചെയ്യണം. നെഗറ്റീവ് ഉപയോഗിക്കുകയും വേണം. നോട്ട് ദാറ്റ് ദിസ് മൈറ്റ് ഇൻവോൾവ് റീപ്ലേസിങ് എ വേർഡ് വിത്ത് ഇറ്റ്സ് അന്റോണിം. അപ്പോൾ അന്റോണിം ഉപയോഗിക്കണം, അതുപോലെ തന്നെ നെഗറ്റീവ് ടേം ഉപയോഗിക്കണം. അത് പോസിറ്റീവ് ആയിരിക്കുകയും വേണം. അതിന് മീനിങ് ചേഞ്ച് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിച്ചിരി ട്രിക്കിയാണെന്ന്. ഇതിൽ ആദ്യത്തെ എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ജാക്ക് ഓൾവേസ് എഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്. ജാക്ക് എല്ലായ്പ്പോഴും എഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്. എഗ്രീസ്, അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് നോക്കാം. എഗ്രീസ് എന്താണ്? ഡിസഗ്രീസ്. എഗ്രീസിന്റെ ഓപ്പോസിറ്റ് ഡിസഗ്രീസ്. അപ്പൊ ജാക്ക് ഓൾവേസ് ഡിസഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്. ഓപ്പോസിറ്റ് എടുത്തു. ഇനി അത് നെഗറ്റീവ്, ഇവിടെ ഓൾവേസിന്റെ നെഗറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ നെവർ. അപ്പൊ ജാക്ക് നെവർ ഡിസഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്. അങ്ങനെയാണ് മാറ്റാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എല്ലാ കേസിലും അങ്ങനെ ചെയ്താൽ ചില സ്ലൈറ്റ് ഡിഫറൻസസ് മീനിങ്ങിൽ ഉണ്ടാകും. നമുക്കെങ്കിലും ടെസ്റ്റിന്റെ ബേസിൽ തന്നെ പഠിക്കാം. ജാക്ക് ഓൾവേസ് എഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ആക്കി? ജാക്ക് നെവർ ഡിസഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്. അപ്പോൾ ഇവിടെ നെവർ ഉപയോഗിച്ചു, അതുപോലെ തന്നെ എഗ്രീസിന്റെ ഓപ്പോസിറ്റ് ഡിസഗ്രീസ് ഉപയോഗിച്ചു. രണ്ടാമത്തെ സെൻസിൽ ഹി ഡ്രൈവ്സ് ഹിസ് കാർ വെരി കെയർഫുള്ളി. വെരി കെയർഫുള്ളി, കെയർഫുള്ളി, കെയർലെസ്ലി. കെയർഫുള്ളി ഓപ്പോസിറ്റ് കെയർലെസ്ലി. അപ്പോൾ ഈ പറഞ്ഞ പാറ്റേണിലാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഹി നെവർ ഡ്രൈവ്സ് ഹിസ് കാർ വെരി കെയർലെസ്ലി. അപ്പം കെയർഫുള്ളി അതിന്റെ ഓപ്പോസിറ്റ് ഉപയോഗിച്ചു, ഇവിടെ നെവർ ഉപയോഗിച്ചു. ഹി നെവർ ഡ്രൈവ്സ് ഹിസ് കാർ വെരി കെയർലെസ്ലി. അടുത്ത സ്റ്റെല്ല ഈസ് പ്രെറ്റിയർ ദാൻ മേരി. സ്റ്റെല്ല ഈസ് പ്രെറ്റിയർ ദാൻ മേരി. ഇവിടെ പ്രെറ്റിയറിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അഗ്ലിയർ. അപ്പൊ സ്റ്റെല്ല ഈസ് നെവർ അഗ്ലിയർ ദാൻ മേരി. ഇനി ദേ ഹാവ് അക്സെപ്റ്റഡ് ദി ഇൻവിറ്റേഷൻ. അക്സെപ്റ്റഡ് ഓപ്പോസിറ്റ് എന്താണ്? റിജക്റ്റഡ്. അപ്പോൾ എങ്ങനെ വരും? ദേ ഹാവ് നെവർ റിജക്റ്റഡ് ദി ഇൻവിറ്റേഷൻ ഫോർ ദി പാർട്ടി. അടുത്തത് എ ഫോക്സ് ഈസ് ക്ലെവറർ ദാൻ എ ജോക്കാൾ. ക്ലെവറർ ഡള്ളർ എന്ന് പറയാം, അപ്പോൾ അല്ലെങ്കിൽ സ്റ്റുപ്പിഡർ എന്ന് പറയാം. ഓപ്പോസിറ്റ് എ ഫോക്സ് ഈസ് നെവർ സ്റ്റുപ്പിഡർ ദാൻ എ ജോക്കാൾ. This shop sells expensive articles. എക്സ്പെൻസീവിന്റെ ഓപ്പോസിറ്റ് ചീപ്പ്. അപ്പോൾ this shop never sells expensive എന്നുള്ളതിന് ചീപ്പ് ആർട്ടിക്കിൾസ്. She always keep her room tidy. She always, alwaysന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? never വരും. അപ്പോൾ she never keeps her room tidy എന്നുള്ളത് untidy. tidy ഓപ്പോസിറ്റ് she never keeps her room untidy. He is polite to everyone. He is polite to everyone. Polite in the opposite impolite. He is never polite and opposite impolite to everyone. He is very industrious. Industrious in opposite lazy. But he is never very lazy. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ഉപയോഗിച്ചു, അതുപോലെ തന്നെ നെവറും ഉപയോഗിച്ചു. This is I have done this is on the basis of the example that is given in your textbook. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇനി എല്ലായ്പ്പോഴും ഇത് ആൾവേസ് വരുന്നിടത്ത് പ്യുവർ നെഗറ്റീവ്സ് ഉപയോഗിക്കുന്നു, ഓപ്പോസിറ്റ് ഉപയോഗിച്ചാൽ സെയിം മീനിങ്. ഇവിടെയൊക്കെ ബാക്കി വരുന്ന സെൻസിലൊക്കെ ചെറിയ വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ നോട്ട് ചേർക്കുന്നതായിരിക്കും ഉചിതം. ഈ സെൻസ് അങ്ങനെ തന്നെ ചെയ്യാം. ജാക്കാൾ നെവർ ഡിസഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്. ഇവിടെ വരുമ്പോൾ ഹി ഡസ് നോട്ട്, ഡ്രൈവ്സിനെ പിരിക്കുമ്പോൾ ഡസ് കിട്ടും, ഡസ് നോട്ട്. ഹി ഡസ് നോട്ട് ഡ്രൈവ് കെയർഫുള്ളിയുടെ കെയർലെസ്ലി. സ്റ്റെല്ല ഈസ് നോട്ട് അഗ്ലിയർ ദാൻ മേരി. ദേ ഹാവ് നോട്ട് റിജക്റ്റഡ് ദി ഇൻവിറ്റേഷൻ ഫോർ ദി പാർട്ടി. എ ഫോക്സ് ഈസ് നോട്ട് ഡള്ളർ ദാൻ എ ജോക്കോൾ. This shop does not sell cheap articles. She always, ഇവിടെയും always, she never keeps her room untidy. He is polite, he is not impolite to everyone. He is not very industrious എന്നുള്ളത് very lazy. He is not very lazy.
അപ്പോൾ അങ്ങനെ പോസിറ്റീവ് മീനിങ്ങിൽ തന്നെ സെൻറ്റൻസ് പറയാൻ പറ്റും, നെഗറ്റീവ് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഹിയർ വി ഹാവ് ഡൺ ബൈ യൂസിങ് നെഗറ്റീവ്സ് വിത്തൗട്ട് ചേഞ്ചിങ് ദി മീനിങ്സ് ഓഫ് ദി ഗിവൺ സെൻറ്റൻസസ്. അപ്പോൾ ഓൾവേസ് വരുന്നിടത്ത് പ്യുവർ നെഗറ്റീവ് നെവർ, അല്ലാതെ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും എന്ന് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ടെസ്റ്റിന്റെ ബേസിലാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നെവറും അതിന്റെ ഓപ്പോസിറ്റ് ചേർക്കുക. എഗ്രീസിന്റെ ഓപ്പോസിറ്റ് ഡിസഗ്രീസ്, കെയർഫുള്ളി കെയർലെസ്ലി, ദെൻ prettier uglier, accepted rejected, cleverer, duller or stupider, expensive cheap, always, never, tidy untidy, polite impolite, industrious lazy. ഇതേ രീതിയിൽ എക്സാമ്പിൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ട്രിക്കിയാണെന്ന് പറയാൻ കാരണം. പോസിറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവ് തന്നെ ആയിരിക്കണം, എന്നാൽ നെഗറ്റീവ് വേർഡ്സ് അവിടെ ഉപയോഗിക്കുകയും വേണം. I hope that you understood today's class. Please share, subscribe and support me. Okay, thank you.